Indian Contract Act 1872, which is divided into two parts. First part is general principles of the law of contract, which is dealing in section 1 to 275. Then second part is special type of contract, which is dealing in section 124 to 238. The first part will be handled by Dynamis and the second part will handled by myself. Okay, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, വിച്ച് ഈസ് ഡീലിംഗ് ഇൻ സെക്ഷൻ 124 to 147, ആൻഡ് second one, contract of bailment and pledge, which is dealing in section 148 to 181, and third one, contract of agency, which is dealing in section 182 to 238. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടാണ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. In this video, we are going to discuss about what is contract of indemnity. First of all, you have to understand contract of indemnity is a contract. Okay, what is contract? What are the essential factors of the contract? Who are the parties of the contract? That you may have discussed in the first part. ഓക്കെ, നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് നേരിട്ട് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളൊരു കാറ് വാങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ലക്ഷങ്ങൾ മുടക്കി നമ്മളൊരു കാറ് വാങ്ങി അത് നിരത്തിലൂടെ ഓടുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമുക്ക് ഒരു വലിയ ബേർഡൻ ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു കാറ് വാങ്ങി, നമ്മളത് നിരത്തിലൂടെ ഓടുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു പാണ്ടിലോറി വന്ന് ബാക്കിൽ വന്ന് ഇടിച്ചത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. സ്വാഭാവികമായിട്ടും ആദ്യം കാറ് വാങ്ങാൻ തന്നെ 10 ലക്ഷം രൂപ നമ്മൾ മുടക്കിയത് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും. പിന്നെ ഈ ഒരു ആക്സിഡൻറ്റും കൂടി സംഭവിക്കുമ്പോൾ നമുക്ക് നഷ്ടം സഹിക്കാൻ കഴിയില്ല. ഓക്കെ, അത് വെച്ച് ആരെങ്കിലും കാറ് വാങ്ങാതിരിക്കുന്നുണ്ടോ? ഇല്ല. നിരത്തിലൂടെ വാഹനം ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്സിഡൻറ്റിന് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ കാറ് വാങ്ങുമ്പോൾ തന്നെ അധികം ആളുകളും ഏറ്റെടുക്കും, ഒരു ഇൻഷുറൻസും കൂടി പർച്ചേസ് ചെയ്യും, ഒരു ഇൻഷുറൻസ് പോളിസിയും കൂടി പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊരു ധാരണയിലെത്താണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളാണ് പോളിസി ഹോൾഡർ. ഒരു ഇൻഷുറൻസ് കമ്പനി അഥവാ ഒരു ഇൻഷുറർ ഉണ്ടാവും. ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ കോൺട്രാക്റ്റ് പ്രകാരം ഇൻഷുറൻസ് കമ്പനി പറയാണ്, നിങ്ങൾ ഇൻഷുറൻസ് പോളിസി ഹോൾഡറിന് കാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലൊരു നഷ്ടമുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയായ ഞങ്ങൾ അത് ഏറ്റെടുക്കും എന്നുള്ള രീതിയിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ഈ ഒരു കോൺട്രാക്റ്റ് എന്തിന് എക്സാമ്പിളാണ്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിക്ക് എക്സാമ്പിളാണ്. അഥവാ ഒരാൾ മറ്റൊരാളുടെ ഭാവിയിൽ വരുന്ന നഷ്ടത്തെ ഏറ്റെടുക്കാം എന്നുള്ള ഒരു പ്രോമിസ് നൽകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ 2 പാർട്ടീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ഓർ ഇൻഷുറഡ്. ഓക്കെ, ഇൻഷുറൻസ് പോളിസി ഹോൾഡറിനെ അല്ലെങ്കിൽ നഷ്ടം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡെംനിറ്റി ഹോൾഡർ. ഫ്യൂച്ചറിൽ വരുന്ന നഷ്ടം ഏറ്റെടുക്കുന്ന ആളുടെ പേരാണെന്ത്? ഇൻഡെംനിഫയർ അഥവാ ഇൻഷുറൻസ് കമ്പനിയാണ് ഇവിടെ എന്ത്? ഇൻഡെംനിഫയർ. ഇതൊരു എന്തിന് എക്സാമ്പിളാണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി? അക്കോർഡിംഗ് ടു സെക്ഷൻ 124 of the Contract Act, a contract by which one party promises to save the other from the loss caused to him by the conduct of the promiser himself or by the conduct of any other person is called contract of indemnity. Okay, ഇതൊരു കോൺട്രാക്റ്റ് ആണ്. ഇവിടെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് അയാൾ മൂലമോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തി മൂലമോ ഉണ്ടാവുന്ന നഷ്ടം ഏറ്റെടുക്കാം എന്ന പ്രോമിസ് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 2 പാർട്ടീസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ദ പേഴ്സൺ പ്രോമിസ് ടു മേക്ക് ദ ഗുഡ് ലോസ് ഈസ് കോൾഡ് ഇൻഡെംനിഫയർ. അതായത് നഷ്ടം ഏറ്റെടുക്കുന്ന, ഭാവിയിൽ മറ്റൊരാളുടെ ഉണ്ടാവാവുന്ന നഷ്ടം ഏറ്റെടുക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണെന്ത്? പ്രോമിസർ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇൻഷുറൻസ് കമ്പനിയാണെന്ത്? പ്രോമിസർ, അതായത് ഇൻഡെംനിഫയർ. ഇനി ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ, ദ പേഴ്സൺ ഹൂസ് ലോസ് ഈസ്
to be made good is called indemnified or indemnity holder. അതായത് ആരുടെ നഷ്ടമാണോ മറ്റൊരാൾ വഹിക്കുന്നത് അയാളുടെ പേരാണെന്ത്, ഇൻഡെംനിഫൈഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പോളിസി ഹോൾഡർ, ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആണെന്ത്, ഇൻഡെംനിറ്റി ഹോൾഡർ അഥവാ ഇൻഡെംനിഫൈഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് പാർട്ടീസാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഉള്ളത്. നെക്സ്റ്റ്, nature of contract of indemnity. First one, express or implied contract. Contract of indemnity either may express contract or implied contract. Express contract നമുക്കറിയാം, എഴുതി തയ്യാറാക്കിയതോ അല്ലെങ്കിൽ വാക്കാൽ ഓറൽ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് ആണെന്ന് എക്സ്പ്രസ് കോൺട്രാക്ട്. ഓക്കെ, ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസിലൊക്കെ ദർ വിൽ ബി ആൻ എക്സ്പ്രസ് എഗ്രീമെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാവും. ഓക്കെ, അവരെഴുതി തയ്യാറാക്കും, രണ്ട് പാർട്ടീസും അതിൻ്റെ താഴെ എന്ത് ചെയ്യും, എഴുതി സൈൻ ചെയ്യും. അതല്ലെങ്കിൽ ഓറൽ വാക്കാൽ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റും ആവാം കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇംപ്ലോയിഡ് നമുക്കറിയാം, ഇംപ്ലോയിഡ് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് പഠിക്കും, സാഹചര്യം മൂലം എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇംപ്ലോയിഡ് കോൺട്രാക്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഏതർ എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ് ആവാം ഓർ ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ആവാം. സെക്കൻഡ് വൺ, കമ്പൻസേഷൻ ഓഫ് ലോസ്. ഇൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ദർ ഇസ് എ കോമ്പൻസേഷൻ. നമ്മൾ പറഞ്ഞു രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ഇവിടെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന നഷ്ടം അയാൾ മൂലമോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പാർട്ടി മുഖാന്തരമോ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന നഷ്ടം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു നഷ്ടം ഉണ്ടെങ്കിൽ അത് നഷ്ടം നികത്തും. കോമ്പൻസേഷൻ ഓഫ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. തേർഡ് വൺ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽസുകൾ, കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ആ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് എന്തൊക്കെ ഫീച്ചർ, എന്തൊക്കെ നേച്ചറുകൾ വേണോ അതൊക്കെ ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിക്കും ബാധകമാണ്. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ ഓർ ഇൻഡെംനിഫൈഡ്. മനസ്സിലാക്കുക ആരാണ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്നുള്ളത്. ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി അഥവാ ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൽ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആണെന്ത്, ഇൻഡെംനിറ്റി ഹോൾഡർ. അയാൾക്കുണ്ടാവുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു റീകവർ ഡാമേജസ്. ഓക്കെ, ഇൻഡെംനിറ്റി ഹോൾഡർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുമ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപരിഹാരം ആരെടുത്തു നിന്ന് വാങ്ങാം, ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള, റിക്കവർ ചെയ്തെടുക്കാനുള്ള അവകാശം ഇൻഡെംനിറ്റി ഹോൾഡറിനുണ്ട്. സെക്കൻഡ് വൺ, റൈറ്റ് ടു റിക്കവർ കോസ്റ്റ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് ഇൻഡെംനിറ്റി ഹോൾഡറിന് ഏതെങ്കിലും തരത്തിൽ കോസ്റ്റ് ഇൻകർ ആണെങ്കിൽ ആ ഒരു കോസ്റ്റും കൂടി ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങിയെടുക്കാം, റിക്കവർ ചെയ്യാനുള്ള അവകാശമുണ്ട്. എക്സാമ്പിൾ, ഇൻഷുറൻസിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മളെടുത്തു. നമ്മൾ സ്വാഭാവികമായിട്ടും വെഹിക്കിൾ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് എത്ര ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനിയെ ബോധിപ്പിക്കും. ഇൻഷുറൻസ് കമ്പനി സ്വാഭാവികമായിട്ടും അവർ മാക്സിമം ട്രൈ ചെയ്യുക ആ ഒരു ക്ലെയിം പേ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുക. അതായത് അവർ ക്യാഷ് പേ ചെയ്യാതിരിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് എന്ത് ചെയ്യും, നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ കോടതിയിലേക്ക് വാദിച്ചതിന് ശേഷമായിരിക്കും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തുക അനുവദിച്ച് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഷുറൻസ് ക്ലെയിം നടപ്പിൽ വരുത്താൻ നമുക്ക് എന്തൊക്കെ ചിലവായി, കോർട്ടിൽ കുറച്ച് ക്യാഷ് ചിലവായി, അഡ്വക്കേറ്റ്സിൻ്റെ ഫീസ് ചിലവായി. ഇതൊക്കെ ആരുടെ നിന്ന് വാങ്ങിയെടുക്കാം? ഈ നഷ്ടപരിഹാരത്തിന് പുറമെ, കാറിനുണ്ടായ നഷ്ടപരിഹാരത്തിന് പുറമെ ഈ ഒരു നഷ്ടങ്ങൾ, അതായത് ഈ ഒരു ചിലവുകൾ, ഇൻഡെംനിറ്റി നടപ്പിൽ വരുത്താൻ ആവശ്യമായിട്ടുള്ള ചിലവുകളും കൂടി ആരുടെ നിന്ന് റിക്കവർ ചെയ്യുക, ഇൻഡെംനിഫയറിൽ നിന്ന് അഥവാ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, വാങ്ങാനുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു റിക്കവർ കോസ്റ്റ്. മൂന്നാമത്, റൈറ്റ് ടു റിക്കവർ സം പെയ്ഡ്. ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ കാലം ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ട്, നമ്മൾ ചില എമൗണ്ടൊക്കെ പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അടച്ച ക്യാഷുകൾ മുഴുവനും
തിരികെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു റിക്കവർ സം പെയ്ഡ്. ഇൻഡെംനിറ്റി ഹോൾഡർ ഇൻഡെംനിഫയറിന് കൊടുത്ത എന്താണോ, എത്ര ക്യാഷ് കൊടുത്തോ, ഇനി ഒരു കോംപ്രമൈസ് നടക്കുകയാണെങ്കിൽ ആ ഒരു കോംപ്രമൈസിൻ്റെ സമയത്ത് ആരും അതെല്ലാം തിരിച്ചു തരണം, ഇൻഡെംനിഫയർ ഇൻഡെംനിറ്റി ഹോൾഡറിന് തിരിച്ചു തരണം. അത് വാങ്ങിയെടുക്കാനുള്ള അവകാശം ഇൻഡെംനിറ്റി ഹോൾഡറിന് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് ഇൻഡെംനിഫൈഡ്. ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിലെ ഒരു പാർട്ടിയാണ്. ഈ ഒരു പാർട്ടിയാണ് മറ്റൊരു പാർട്ടിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാവുന്ന നഷ്ടം ഏറ്റെടുക്കാം എന്നുള്ള പ്രോമിസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി അയാൾക്കുണ്ടാവുന്ന റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു സബ്രഗേഷൻ. എന്താണ് റൈറ്റ് ടു സബ്രഗേഷൻ? അതായത് ഇൻഡെംനിറ്റി ഹോൾഡറിന് ഏതെങ്കിലും തരത്തിലൊരു നഷ്ടം വന്നാൽ ആ ഒരു നഷ്ടം ആര് വഹിക്കും? ഇൻഡെംനിഫൈഡ് വഹിക്കും. ഓക്കെ, ഇൻഡെംനിഫൈഡ് ആ ഒരു നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡെംനിറ്റി ഹോൾഡറിന് അതുവരെ ഉള്ള എല്ലാവിധ അവകാശങ്ങളും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇൻഡെംനിഫൈഡിന് ട്രാൻസ്ഫർ ചെയ്യും. എക്സാമ്പിൾ പറയാം. ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. നമ്മളൊരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തു. നമ്മൾ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ലോറി വന്ന് നമ്മളെ വെഹിക്കിളിനെ, നമ്മുടെ കാറിനെ ഇടിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെ കാറിന് വൻ കേടുപാടുകൾ സംഭവിച്ചു. ഒരു 4 ലക്ഷം രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചു. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിയെ അപ്രോച്ച് ചെയ്യും. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 ലക്ഷം രൂപ എത്രയാണ് നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്, അവർക്ക് ബോധ്യമായിട്ടുള്ള നഷ്ടം അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. 4 ലക്ഷം രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അതുവരെയുള്ള എല്ലാവിധ അവകാശങ്ങളും നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു, അഥവാ ഇൻഡെംനിഫൈഡ് ട്രാൻസ്ഫർ ചെയ്തു. അതുവരെ എന്തൊക്കെ റൈറ്റുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്? ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടിച്ചിട്ടുള്ള വാഹനത്തിനെതിരെ നമുക്ക് കേസ് കൊടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇടിച്ചിട്ടുള്ള വാഹനത്തിൽ നിന്ന്, ആ ഒരു ലോറി ഓണറിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാം? നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് വാങ്ങിയെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ഈ ഒരു അവകാശങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്യാഷ് തന്നതോടുകൂടി, അതായത് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ നഷ്ടം നികത്തിയോടുകൂടി ഈ ഒരു 2 അവകാശങ്ങൾ ആർക്കാണ് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അഥവാ ഇനി ആ റൈറ്റ്, അതായത് നമ്മളെ ഇടിച്ചിട്ടുള്ള ലോറിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂ ഈസ് ലാബിൾ ഫോർ ദി ലോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ, മൂന്നാമത്തെ കക്ഷിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശം ഇനി ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. അതേപോലെ തന്നെ റൈറ്റ് ടു ക്ലെയിം. ഏതെങ്കിലും തരത്തിലുള്ള നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം ആ ഒരു ലോറി, അതായത് മൂന്നാമത്തെ കക്ഷിയിൽ നിന്ന് ആ ഒരു നഷ്ടം വാങ്ങിയെടുക്കാൻ, ക്ലെയിം ചെയ്യാനുള്ള അവകാശവും ആർക്കാണ്? ഇനി ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഓക്കെ, അതല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇൻഷുറൻസ് കമ്പനി നമുക്ക് നഷ്ടപരിഹാരം തരും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ലോറിൻ്റെ അടുത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ലോറി ഓണറുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിയാൽ നമുക്ക് വൻ ലാഭവും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. പിന്നെയുള്ള അവകാശങ്ങളൊക്കെ ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കാണ് ഉണ്ടാവുക. ഇതിനാണ് നമ്മൾ റൈറ്റ് ടു സബ്രഗേഷൻ. ദേ ആർ സ്റ്റെപ്സ് ഇൻ ടു ഷൂസ് ഓഫ് ഇൻഡെംനിഫൈഡ്. നെക്സ്റ്റ്, അടുത്താണ് റൈറ്റ് ടു ഇക്വിറ്റീസ്. ഇൻഡെംനിഫൈഡിനുള്ള മറ്റൊരു അവകാശമാണ് റൈറ്റ് ടു ഇക്വിറ്റീസ്. അതായത് ഇക്വിറ്റീസുകളൊക്കെ ഇൻഡെംനിറ്റി ഹോൾഡറിൽ നിന്ന് വാങ്ങാം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, കാർ ഇടിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം ഇക്വിറ്റി തെളിവുകളുണ്ടാവും. ഓക്കെ, ഇടിച്ച കുറേ ക്യാമറകളുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻഡെംനിറ്റി ഹോൾഡർ ഇൻഡെംനിഫൈഡിന് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാലേ അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടുത്താണ് റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡെംനിറ്റി. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ചെയ്യുന്നതാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡിനെ അപ്രോച്ച് ചെയ്യാൻ, സ്വാഭാവികമായിട്ടും അവർക്കുള്ളൊരു അവകാശമാണ് എന്ത്? റെഫ്യൂസ്, നിരസിക്കുക. ഇത് ഞങ്ങളിൽ പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞ് നിരസിക്കാനുള്ള ഒരു അവകാശം കൂടി ആർക്കുണ്ട്? ഈ ഒരു ഇൻഡെംനിഫൈഡിനുണ്ട്. ഈ 3 അവകാശങ്ങളാണ് ഇൻഡെംനിഫൈഡിനുള്ളത്. ഒന്ന് റൈറ്റ് ടു സബ്രഗേഷൻ, രണ്ടാമത് റൈറ്റ് ടു ഇക്വിറ്റീസ്, മൂന്നാമത് റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡെംനിറ്റി.